സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് വീണ്ടും ഒരു ലോക പരിസ്ഥിതി ദിനം കൂടി കടന്നു വന്നിരിക്കുന്നു. നമ്മൾ മനുഷ്യർ ഈ പ്രകൃതിയോടും അതിലെ ജീവജാലങ്ങളോടും ചെയ്ത അതിക്രൂരമായ പ്രവൃത്തികളുടെ ഫലമായാണ് ഇന്ന് കൊറോണ എന്ന സൂക്ഷ്മമായ വൈറസിനെ ഭയന്ന് നമുക്ക് വീടുകളിൽ അഭയം പ്രാപിക്കേണ്ടി വന്നത്. അതിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. കാടും മലയും പുഴയും ജീവജാലങ്ങളും ഈ പ്രകൃതിയുടെ, ഈ ഭൂമിയുടെ അവകാശികളാണ്. അവയെ സംരക്ഷിക്കേണ്ടതും അടുത്ത തലമുറയ്ക്കായി ഈ സുന്ദരമായ ഭൂമിയെ കൈമാറേണ്ടതും നമ്മൾ പൗരന്മാരുടെ ചുമതലയാണ്. പരിസ്ഥിതി ദിനാചരണം എന്നത് കേവലം ഒരു ദിവസം മരം നട്ടുപിടിപ്പിച്ച് അതിൽ മാത്രം ഒതുക്കേണ്ടതല്ല. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി തീരണം. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകുടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകും ചെറുതിളക്കി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകുടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ? പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മനീ, പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മനി. എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നതും കണ്ണാലെ കണ്ടിട്ടുമൊരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നും. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയാൻ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ. പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. നടുനിവർത്താൻ ഒരു കുളിർനിഴൽ നടുന്നു, പകലുറക്കത്തിൻ ഒരു മലൽ വിഴി നടുന്നു. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു.